നമസ്കാരം. അല്പം ലേറ്റ് ആയിട്ടുണ്ട്, ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ്. കൊല്ലം ജില്ലയുടെ നാട്ടിലെ കലാകാരന്മാർ എന്ന പരിപാടിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. പരിപാടി കൃത്യം 6 മണിക്ക് തുടങ്ങണമെന്ന് കരുതിയതായിരുന്നു. ചെറിയ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ലേറ്റായത്. എന്തായാലും ക്ഷമിക്കണം. അവരെല്ലാവരും ഇതിലേക്ക് ഈ മുഴുവൻ കലാകാരന്മാരെയും, കേരളത്തിലെ ഇറ്റയുടെ മുഴുവൻ കലാകാരന്മാരെയും മറ്റെല്ലാ സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് നാട്ടുതുടി കോഴിക്കോടിൻ്റെ കലാകാരന്മാരാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. എന്തായാലും പരിപാടികൾ നമ്മൾ ആരംഭിക്കുകയാണ്. എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ ഈ കോവിഡ് കാലമാണ്. ഏകദേശം കൊല്ലം ജില്ല, നമസ്കാരം, കൊല്ലം ജില്ലയിലെ നന്ദകുമാർ സാറ് അടക്കമുള്ള ആളുകൾ ആദ്യമായിട്ട് നന്ദിയും കടപ്പാടും നിങ്ങളോട് പറയാണ്. ഇറ്റയെപ്പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാകാരന്മാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് ഇറ്റ എന്ന് എല്ലാവർക്കും അറിയാം. ആ ഇറ്റയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുക എന്നത് വളരെ സന്തോഷകരമാണ്. നന്ദകുമാർ സാറ്, നമസ്കാരം സാർ. ഹായ് സാർ. ലേശം ലേറ്റായി, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഒത്തുകൂടിയത് നമ്മുടെ സാംസ്കാരിക മേഖലയിലുള്ള ഒരു വിധം എല്ലാ വളരെ കേമപ്പെട്ട ആളുകളൊക്കെ തന്നെ, പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളും ഈ പേജിൽ വന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കൊല്ലം ജില്ലയിൽ അടുത്ത് വന്നിട്ടുള്ളത് നമുക്ക് അറിയാം. കോഴിക്കോട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, ഇറ്റയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയുള്ള TV ബാലേട്ടൻ അടക്കമുള്ള ആളുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇനിയും ഒരുപാട് പ്രഗത്ഭർ ഇതിനകത്ത് പരിപാടികൾ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അനിൽ മാരാത്ത്, നമസ്കാരം സാർ. അനിൽ മാരാത്ത് വന്നിട്ടുണ്ട്. അനിൽ മാരാത്ത് അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. അനിൽ മാരാത്ത് കോഴിക്കോട് ഇറ്റയുടെ കോഴിക്കോടിന്റെ നാട്ടുതുടി കോഴിക്കോടിന്റെ മുഖ്യ രക്ഷാധികാരിയാണ് അനിൽ മാരാത്തും കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും നേരത്തെ പറഞ്ഞ പോലെ ഇറ്റയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള TV ബാലേട്ടനും അനിൽ മാരാത്തുമാണ് ഈ കോഴിക്കോട് നാട്ടുതുടി ഇറ്റയുടെ രക്ഷാധികാരികൾ എന്ന സന്തോഷമുണ്ട്. എന്തായാലും നമ്മൾ പരിപാടി ഏകദേശം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സാധനം പറഞ്ഞുകൊണ്ട് നമുക്ക് കോവിഡിനെ കുറിച്ചൊന്നും ഇനി അധികം പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും കോവിഡിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം എൻ്റെ കൂടെ ഇന്ന് എൻ്റെ നാട്ടുതുടിയുടെ 2 സുഹൃത്തുക്കൾ എനിക്കൊപ്പം സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഷാലു നവോദയ എന്ന സുഹൃത്തുപ്പുറുണ്ട്. തൊട്ടപ്പുറം ആനന്ദ് ബല്ലാപ്പനി എന്ന സുഹൃത്തുണ്ട്. എൻ്റെ മകനും കൂടിയാണ്, മകനാണ്, അവനുമുണ്ട്. ഇപ്പം എന്തായാലും ഞങ്ങൾ എല്ലാം കൂടി തുടങ്ങേണ്ട. ഓക്കെ, മുറുക്കൽ അമ്മാത്ത് അല്ലേ? മുറുക്കൽ അമ്മാത്ത്, അനിൽ മാരാത്ത്. ഓക്കെ, അനിൽ മാരാത്ത് വാച്ച് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ ഏതായാലും ഞങ്ങൾ നമ്മുടെ KPSCയുടെ ഒരു നാടകഗാനത്തിന്റെ ഒരു ശകലം പാടിക്കൊണ്ടായിരിക്കാം നമുക്ക് തുടങ്ങുന്നതായിട്ട് നന്നാവുമെന്ന് തോന്നുന്നത്. എന്തായാലും നമ്മൾ KPSCയുടെ തലയ്ക്കുമീതെ 4 വരി പാടി തുടങ്ങാം അല്ലേ? ഓക്കെ, എല്ലാവരും ഒപ്പം ഉണ്ടാവുമല്ലോ? ഓക്കെ, നമസ്കാരം. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേളാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേളാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. അഴകിൻ പഞ്ചാബി നടുവിൽ പഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോൾ, കടലിൻ പഞ്ചാബി നടുവിൽ പഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോൾ, ഒഴുകൈ കുടം നീട്ടി
മഹാരഥന്മാരെയും പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇതില് ശബ്ദത്തിൻ്റെത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിൽ ശബ്ദം ക്ലിയർ ഉണ്ടോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണം. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ടിലേക്ക് കിടക്കാം. നമുക്കിപ്പോൾ മഴക്കാലം, ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ കാലമാണ്, ഇത് കഴിഞ്ഞാലത്തെ മഴക്കാലത്തേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നിരന്തരം നമ്മൾ പ്രയാസം അനുഭവിച്ചതാണ്. മഴയുടെ പ്രയാസം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഴയുടെ പ്രയാസവും അതിനു മൂലമുണ്ടായ ഒരുപാട് ദുരിതങ്ങളും അനുഭവിച്ച മലയാളികളാണ് നമ്മൾ. വീണ്ടും അതിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഒരു മഴയെക്കുറിച്ച്, ആ മഴ പെയ്യുമ്പോഴുള്ള പ്രയാസത്തെക്കുറിച്ച്, പ്രകൃതിയുടെ ഒരു പ്രതിഭാസത്തെക്കുറിച്ചുള്ള പാട്ടാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട് പാടി നോക്കാം. എൻ്റെ കൂടെ ഇതിൽ കോറസ് ചെയ്യുന്നത് ആനന്ദ് വല്ലാപ്പനിയുണ്ട്. അദ്ദേഹം ഇതിന് കോറസിന് കൂടും. ഓക്കെ. രാരിക്കൻഡാരോ രേരിക്കൻഡേരേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരേരോ. മഴ പെയ്യുമ്പോഴേ നമ്മളെ കുഞ്ഞുങ്ങളെങ്ങനടി, ഇടി വെക്കുമ്പോഴേ നമ്മളെ കുഞ്ഞുങ്ങളെങ്ങനടി, രാരിക്കൻഡാരോ രേരിക്കൻഡേരേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരേരോ. മഴ പെയ്യുമ്പോൾ നമ്മൾ വീട്ടിലെ ചൂടാലോ, ഇടി വെക്കുമ്പോഴേ നമ്മൾ പന്തേ പോകാലോ. മഴ പെയ്യുമ്പോൾ നമ്മൾ വീട്ടിലെ ചൂടാലോ, ഇടി വെക്കുമ്പോഴേ നമ്മൾ പന്തേ പോകാലോ. മഴ പെയ്യുമ്പോഴോ രേരിക്കൻഡേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരോ. മഴ മുറിഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, മഴ മുറിഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, മഴ മുറിഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, മഴ മുറിഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി. മഴ മുറിഞ്ഞാല് നമ്മുടെ പറമുടിയൂലേ, ഇള മുറിഞ്ഞാല് നമ്മുടെ കുടിമെറിയൂലേ. മഴ മുറിഞ്ഞാല് നമ്മുടെ പറമുടിയൂലേ, ഇള മുറിഞ്ഞാലോ നമ്മുടെ കുടിമുടിയൂലേ. രാരിക്കൻഡാരോ രേരിക്കൻഡേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരോ. മഴവെള്ളം വന്നാലും മഴ കുഞ്ഞുങ്ങളെങ്ങനടി, മഴവെള്ളം വന്നാലും മഴ കുഞ്ഞുങ്ങളെങ്ങനടി, മഴവെള്ളം വന്നാലും മഴ കുഞ്ഞുങ്ങളെങ്ങനടി, മഴവെള്ളം വന്നാലും മഴ കുഞ്ഞുങ്ങളെങ്ങനടി. മഴവെള്ളം വന്നാൽ നമ്മൾ മറുകര തേടും, ചിറവെള്ളം വന്നാൽ നമ്മൾ ചിറമ്പുകളേറും. മലവെള്ളം വന്നാൽ നമ്മൾ മലമുകളിലേറും, ചിറവെള്ളം വന്നാൽ നമ്മൾ ചിറമ്പുകളേറും. രാരിക്കൻഡാരോ രേരിക്കൻഡേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരോ, രാരിക്കൻഡാരോ രേരിക്കൻഡേരോ. ഓക്കെ. അപ്പോൾ പാട്ടുകള് അപ്പോൾ നമ്മൾ ചില പാട്ടുകൾ
അതിന്റെ ഒരു ലയത്തിൽ നമ്മൾ കുറച്ച് അരികൾ പാടിപ്പോന്നാണ്. എന്നാലും ചില എല്ലാ വരികളും നമ്മൾ പാടാൻ പറ്റിയൊന്നുമില്ല. എന്നാലും പാട്ടുകൾ, നാടൻ പാട്ടുകളൊക്കെ തന്നെ നമുക്ക് പല വഴികളിലൂടെ തലമുറകളായിട്ട് കൈകിട്ടുന്ന വഴിയായിട്ട് കിട്ടുന്ന പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എഴുത്തു പാട്ടുകളുണ്ട്, പുതിയ പാട്ടുകളുണ്ട്. ചിലത് ചില വ്യക്തികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാട്ടുകളുണ്ട്. അത്തരം ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു പക്ഷേ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലുണ്ടെന്ന എല്ലാ കാലത്തും മുതലാളിത്തത്തിന്റെ ഒരു തനത് സ്വഭാവമുണ്ട്. ഇത് ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളെ ദ്രോഹിക്കുക എന്ന ഒരു ചിന്ത എക്കാലത്തും മുതലാളിക്ക് ഉണ്ടായിരുന്നാണ്. ഓക്കെ, മുരുകൻലാൽ അമ്മാത്തിന്റെ സ്വാഗതവും അഭിവാദ്യം. നമസ്കാരം മുരുകൻലാൽ അമ്മാത്ത്. ഓക്കെ, ലാൽസലാം സുഹൃത്തുക്കളെ, സാക്കളെ, ഇപ്റ്റയുടെ എല്ലാ ആളുകൾക്കും ഈ മുഴുവൻ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇതിലേക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കിട്ടുന്ന ഒരു പഴയ കാലത്തെ ഒരു ജന്മിത്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജന്മിമാര്, അന്നത്തെ ഏറ്റവും അടിയാളരായിട്ടുള്ള ആളുകളുടെ നീറുന്ന പ്രശ്നങ്ങളെപ്പോലും അവരുടെ പട്ടിണിയെപ്പോലും പരിഹാസത്തോടെ കണ്ടിരുന്നു എന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ കണ്ടിരുന്ന ഒരു പാട്ടിന്റെ ശകലമാണ് നമ്മൾ പാടുന്നത്. അത് നമുക്ക് പാടി നോക്കാം. ഇതെനിക്ക് വളരെ അടുത്ത് കിട്ടിയിട്ടുള്ള പാട്ട് മുമ്പുള്ളതാണെങ്കിൽ പോലും എനിക്ക് തന്നിട്ടുള്ള മറ്റാരുമല്ല, ഇറ്റയുടെ ദേശീയ വൈസ് പ്രസിഡന്റ്, ഞങ്ങളുടെ കോഴിക്കോട് ഇറ്റയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള TV ബാലേട്ടനാണ് എനിക്ക് ഈ പാട്ടിന്റെ ശകലങ്ങൾ തന്നത്. അപ്പൊ എന്തായാലും ബാലേട്ടൻ നമസ്കാരം. ബാലേട്ടൻ, ഞാൻ ആ പാട്ട് പാടി നോക്കിയാണ്. ഓക്കെ. നൂറുകാതോ വഴി നടന്ന് എരിവയിലിൽ വരുമ്പോ ഓരടക്കാമോദം വെട്ടി തണ്ണീരായോ തമ്പ്രാക്കളെ. നൂറുകാതോ വഴി നടന്ന് എരിവയിലിൽ വരുമ്പോൾ ഒരടക്കാമോദം വെട്ടി തണ്ണിതായോ തമ്പ്രാക്കളെ. തണ്ണിതാണ്ടേ കിണറ്റിലുണ്ട്, പാളതാണ്ടേ കവുങ്ങിലുണ്ട്, കയറുതാണ്ടേ നെയിലുണ്ട്, കയറുതാണ്ടേ തൊണ്ടിലുണ്ട്. കോരിക്കൂടി കോരിക്കൂടി തണ്ണിയാകെ കോരിക്കൂടി, കോരിക്കൂടി കോരിക്കൂടി തണ്ണിയാകെ കോരിക്കൂടി. വളരെ ക്ഷീണിച്ചു വരുന്ന ഒരു അടിയാളൻ ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ തമ്പുരാന്റെ ഒരു വാചകമാണിത്. എന്ത്, മുറ്റത്തിരിക്കുന്ന വെള്ളം പോലും തുള്ളി കൊടുത്ത് മുക്കി കൊടുക്കാനോ അതിനുള്ള സാവകാശമില്ലാതെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വെള്ളം കിണറ്റിലുണ്ട്, പാള കവുങ്ങിന്റെ മേലുണ്ട്, അതിന് പാളക്കി കെട്ടാനുള്ള കയറ് തൊണ്ടായിട്ട് അവിടെ ഉണ്ട്, ഊരി കുടിച്ചോന്നാ പറഞ്ഞത്. അതാണ് അതിന് മുതലാളിത്തത്തിന്റെ ഒരു വല്ലാത്ത ഒരു ഭീകരമായ ഒരു മനസ്സാണ് നമുക്ക് കാണാം. അത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ അതാണ് പാട്ട്. ഒന്നും കൂടെ പാടി നോക്കാം. നൂറുകാതോ വഴി നടന്ന് എരിവയിലിൽ വരുമ്പോ ഒരടക്കാമോദം വെട്ടി തണ്ണിതായോ തമ്പ്രാക്കളെ. നൂറുകാതോ വഴി നടന്ന് എരിവയിലിൽ വരുമ്പോ ഒരടക്കാമോദം വെട്ടി തണ്ണിതായോ തമ്പ്രാക്കളെ. തണ്ണിതാണ്ടേ കിണറ്റിലുണ്ട്, പാളതാണ്ടേ കവുങ്ങിമേല്, കയറുതാണ്ടേ തൊണ്ടിലുണ്ട്, കോരിക്കൂടി 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 കോരിക്കൂടി. അപ്പൊ വീണ്ടും നമ്മള് ഗുഡ് പറയുന്നുണ്ട്. രാജീവ് ഇത്തിക്കര രാജീവ് സാർ നമസ്കാരം, ഞങ്ങളിവിടെ ഉണ്ട്. ഓക്കെ, നമ്മള് പാട്ടിന്റെ ഇതിലേക്ക് പോവാണ്. കൊറോണയെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല, കാരണം കൊറോണ ഇപ്പൊ ഏകദേശം നമ്മൾ കൊറോണയോടുമായിട്ട് താതാത്മ്യപ്പെട്ടു പോകാന്നാണ് സർക്കാർ പറയുന്നത്. നമുക്കും തോന്നുന്നത് ഇപ്പൊ അതാണ്. അത്രേ ചെയ്യാനുള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല നമ്മൾ. അപ്പൊ അതിനകത്ത് അപ്പൊ നമ്മൾ ഇനിയിപ്പോ നാടൻപാട്ടിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നാടൻപാട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നാടൻപാട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാട്ടാണ് പാക്കനാർ പാട്ടുകൾ. നമുക്ക് എല്ലാവർക്കും അറിയാം പാക്കനാർ പാട്ടുകൾ. അതിൽ പാക്കനാർ പാട്ട് മാറ്റി നിർത്തിയിട്ട് നാടൻപാട്ടിൽ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മള് ആ പാട്ടൊന്ന് പാടി നോക്കാം. തന്താനേ താന തന തന്താനോം താന, തന്താനേ താന തന തന്താനോം താന, തന്താനേ താന തന തന്താനോം താന, തന്താനേ താന തന തന്താനോം താന. ആദിയിലുള്ളവനന്തമില്ലോടെ കാലമ്പു പോലായിരത്തിൽ, ആദിയിലുള്ളവനന്തമില്ലോടെ കാലമ്പു പോലായിരത്തിൽ, എണ്ണമില്ല എഴുത്തുമില്ലോടെ കാലമ്പു പോലായിരത്തിൽ, എണ്ണമില്ല എഴുത്തുമില്ലോടെ കാലമ്പു പോലായിരത്തിൽ,
വെക്കാനരിയുമില്ല, കൊടിയിൽ കെട്ടാൻ കൊടിയില്ല. പൂവിയമ്മേ പൂവിയമ്മേ നല്ല വാക്കിൽ ഉറക്ക വേണം. കഞ്ഞി വെക്കാനരിയുമില്ല, കൊടിയിൽ കെട്ടാൻ കൊടിയില്ല. പൂവിയമ്മേ പൂവിയമ്മേ നല്ല വാക്കിൽ ഉറക്ക വേണം. അയ്യരയ്യം അയ്യരയ്യം അയ്യര അയ്യര അയ്യരയ്യം. താനേ താന തന താനം താന, താനേ താന തന താനം താന, താനേ താന തന താനം താന, താനേ താന തന താനം താന. അല്ല ഇവര് കിട്ടി ബാലേട്ടൻ ലാൽസലം. ബാലേട്ടൻ പറഞ്ഞിട്ടുള്ള പാട്ട്, നിങ്ങളുടെ അടുത്ത് കിട്ടിയിട്ടുള്ള പാട്ട് ഞാനിവിടെ പാട്ടുണ്ട്, ലാൽസലം. അപ്പോൾ പരിപാടി കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ചെറിയൊരു സാങ്കേതിക പ്രശ്നം വന്നു പോയതാണ്. പ്രശ്നമൊന്നുമില്ല, എന്നാലും ഞങ്ങൾ പോകുന്നുണ്ട്. ഇപ്റ്റയുടെ ഈ വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് അതിലെല്ലാവരോടും നന്ദി പറയണം. പ്രത്യേകിച്ച് ഇപ്റ്റയുടെ നന്ദകുമാർ സാറും അടക്കമുള്ള ആളുകളോടും, ഇപ്റ്റയുടെ വൈസ് പ്രസിഡന്റ് ടീം ബാലേട്ടൻ അടക്കമുള്ള ആളുകളോട് എല്ലാവരും, എൻ്റെ സുഹൃത്ത് അനിൽമാരാത്ത ഇവരോടൊക്കെയുള്ള നന്ദി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഈ പരിപാടിയിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പൊ നാടൻപാട്ടിൽ നമുക്ക് ഒരുപാട് എഴുത്തുപാട്ടുകളുണ്ട്, തനതായിട്ട് കിട്ടുന്ന വാമൊഴിയായിട്ട് കിട്ടുന്ന പാട്ടുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ അത്തരം ഒരു പാട്ട് നമ്മൾ ഏകദേശം ഒരു ജിതേഷ് കക്കടിപ്പുറം, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ജിതേഷ് കക്കടിപ്പുറം. നമ്മളെ അടുത്ത മലപ്പുറം ജില്ലക്കാരനാണ്, ഞങ്ങളെ അടുത്ത കോഴിക്കോട് ജില്ലയുടെ അടുത്ത ജില്ലയിലുള്ള ഒരു നാളാണ് ജിതേഷ് കക്കടിപ്പുറം. കക്കടിപ്പുറത്തിന്റെ ആദ്യത്തെ ഒരു പാട്ടാണ് കൈതോല പായ വിരിച്ച് അദ്ദേഹമായിട്ടുള്ള. അപ്പൊ അതങ്ങനെ ആ പാട്ടാണ് അദ്ദേഹം പാടി ആദ്യം വന്നിട്ടുള്ള പാട്ട്. പിന്നീടാണ് പാലം പാലൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന്റെ പാട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ആ തരം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് എന്ന നിലക്ക്, ഒരു ജനകീയമായൊരു പാട്ട് എന്ന നിലക്ക് നാട്ടിൽ ഉള്ളൊരു പാട്ട് നമുക്ക് പാടി നോക്കാം. ശബ്ദത്തിൽ വ്യത്യാസമൊന്നുമില്ല, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കമന്റ്സിലൂടെ വിടണം, അപ്പോഴേ ഞങ്ങൾ അറിയുള്ളൂ. ആ ഏ ഓ ആ ഏ ഓ കൈതോല പായേലൊരു പറ നെല്ലു കാതുകുത്താനെ പവരുന്നു നമ്മവന്മാര് പൊന്നേ, കാതുകുത്താനെ പവരുന്നു നമ്മവന്മാര് പൊന്നേ. ആ ഏ ഓ കൈതോല പായേലൊരു പറ നെല്ലു കാതുകുത്താനെ പവരുന്നു നമ്മവന്മാര് പൊന്നേ, കാതുകുത്താനെ പവരുന്നു നമ്മവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ ഉന്നത്തങ്ങാടി ഷാപ്പിൽ കയറി നല്ല നിറയെ കണ്ടുപിടിച്ച്, ഉന്നത്തങ്ങാടി ഷാപ്പിൽ കയറി നല്ല നിറയെ കണ്ടുപിടിച്ച്, ആടിയാടിയ പവരുന്നു ഞങ്ങളമാര് പൊന്നേ, ആടിയാടിയ പവരുന്നു ഞങ്ങളമാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ കൈതോല പായേലൊരു പറ നെല്ലു കാതുകുത്താനെ പവരുന്നു നമ്മവന്മാര് പൊന്നേ, കാതുകുത്താനെ പവരുന്നു നമ്മവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ ആ ഏ അപ്പൊ നമ്മള് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പാട്ടുകള്, എനിക്ക് അറിയാവുന്ന പാട്ടുകൾ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അതുകൂടെ ഒന്ന് പാടാ എന്നുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്നതും ചിലപ്പോൾ എനിക്ക് അറിയുന്ന സോറി പറഞ്ഞ് ഒഴിവാക്കിയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അത്തരം പാട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന പാട്ട്, നിങ്ങൾക്ക് വേണ്ട പാട്ടുകൾ പറയുമ്പോൾ നമുക്ക് അറിയുന്നതാണ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടില് ഈ ഒരു സവിശേഷ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2-2.5 മാസക്കാലമായിട്ട് നമ്മൾ ഈ പുറത്തിറങ്ങാതെ എല്ലാവരും വീട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏകദേശം എല്ലാ
താതാത്മ്യപ്പെട്ടുകൊണ്ട് പോകുന്നൊരവസ്ഥയാണുള്ളത്. അപ്പം തുടർന്നും ഇങ്ങനെ ഒരു ഏകദേശം ഒരു അഞ്ചാറ് മാസം, ഒരു കൊല്ലം തന്നെ നമുക്ക് ഈ ഒരു കെട്ടുറപ്പ് നമ്മളെ ആവശ്യമാണ്, ഒരു കൂട്ടായ്മ ആവശ്യമാണ്. എന്തൊക്കെയായാലും എല്ലാ പ്രശ്നങ്ങളും ഇനി വരുന്നത് മഴക്കാലമാണ്, എന്താവും അറിയില്ല. പ്രാർത്ഥിക്കാം, മഴയൊന്നും വരുന്നിട്ട് നമ്മൾ പ്രളയങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും നമ്മൾ നാടൻ പാട്ടിൽ നേരത്തെ വീണ്ടും നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാട്ടുകൾ എന്ന് പറഞ്ഞെങ്കിൽ അതിജീവനത്തിന്റെ ഒരുപാട് പാട്ടുകളുണ്ട്. അതിജീവനത്തിന്റെ പാട്ടുകളാണ് നമ്മൾ രാജിക്കൻ്റെ മഴ പെയ്യുമ്പോഴേ ഒരു അതിജീവനത്തിന്റെ പാട്ടുകളാണെങ്കിൽ മഴ പെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കും, എന്തൊക്കെയാവും എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു പാട്ടാണ് പാടിയത്. അതുപോലെ തന്നെ ആദ്യ കാലത്ത് അല്ലെങ്കിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള നമ്മുടെ ഒരു 80കളുടെ കാലത്തിൽ കത്തി നിൽക്കുന്ന 80 ഇന്ത്യൻ സാഹചര്യത്തിൽ 80കളുടെ കാലത്ത് അന്നത്തെ സാംസ്കാരിക പ്രവർത്തകർ പാടി നടത്തിയിട്ടുള്ള അന്നത്തെ ഒരു കവിതയുണ്ടായിരുന്നു. പ്രൊഫസർ സച്ചിദാനന്ദ സാറിന്റെ കുനനുറുമ്പ് എന്നൊരു കവിതയുണ്ടായിരുന്നു. ഏരിയേരി, അതായത് കുനറുമ്പ്. ആ കവിതകൾ അത് അന്നത്തെ സാഹചര്യത്തോട് പടവരുന്നതിന് അതിന്റെ ആ മിനിറ്റ് നമ്മൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 2 മിനിറ്റ് ബാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും സൈലന്റ് ആവുന്നു. ഓക്കെ, നമ്മളിരിക്കുന്നതിൽ വേദിക്ക് അടുത്ത് തന്നെ 2 പള്ളികളാണുള്ളത്. ആ 2 പള്ളിയിൽ നിന്നുള്ള പരിചിതമായ വാങ്കുവിളിയാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഇച്ചിരി ബ്രേക്ക് കൊടുത്തതാണ്. നമ്മളെ കുറേ സുഹൃത്തുക്കളും സഹോദരന്മാരൊക്കെ ഇനിയിപ്പോൾ നോമ്പ് തുറയാണ്, അത് കഴിഞ്ഞിട്ട് ആയിരിക്കും ഇങ്ങോട്ട് വരേണ്ടി വരിക. അപ്പോൾ എന്തായാലും അവരൊക്കെ വരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക്, നമ്മുടെ മുസ്ലിം ബന്ധുക്കൾക്ക് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ പറയണം. നാളെ മഹത്തായ പെരുന്നാളാണ്. അപ്പൊ എന്തായാലും പെരുന്നാൾ ഇന്ന് മാസപ്പിറവി ഉണ്ടാവും എന്നാണ്. നാളെ എന്തായാലും പെരുന്നാൾ ആയിരിക്കും എന്നുള്ള ധാരണയിൽ നിൽക്കുന്നത്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകളോട് പറയാണ്. സുൽഫി ചേലക്കുളം വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും പാടാം. നമുക്ക് ഇത് കുറെ മുമ്പ് പാടിപ്പോയതാണ്. നമ്മളിപ്പോ സത്യത്തിൽ ഇതിപ്പോ കുറെ സ്റ്റേജിലൊന്നും അങ്ങനെ പാടാറില്ല. അപ്പൊ അതുകൊണ്ട് കുറെ മറന്നുപോയെന്ന് തോന്നുന്നുണ്ട്. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. കാളകറ മാമലയിൽ കാളകളെ കണ്ടു താമസിച്ചേ. കാളകറ മാമലയിൽ കാളകളെ കണ്ടു താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. മാമലയിൽ മയിലാട്ടം കണ്ടു താമസിച്ചേ. മാമലയിൽ മയിലാട്ടം കണ്ടു താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ
സുൽഫി സാർ നമസ്കാരം. എന്തായാലും ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, സന്തോഷം. അത് പാട്ട് സത്യത്തിൽ കുറെ മുമ്പ് പാടിയിട്ടുള്ളതാണ്. ഇപ്പോൾ കുറെ പാട്ടുകൾ പുതിയത് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ആദ്യം പാടിയ പാട്ടുകൾ മറന്നുപോയെന്നുണ്ട്. പഴയ ഓർമ്മയെന്ന് എടുത്ത് പാടിയാണ്. മുന്നോട്ട് പോകണമെങ്കിലും മറന്നുപോയെന്നുള്ളത് സംശയം കൊണ്ട് കുറച്ച് പാടി നിർത്തിയാണ്. എന്തായാലും ഓക്കെ സാർ. സാർ അങ്ങനെ ഒരു പാട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് പാടാൻ പറ്റിയതിലുള്ള ഒരു സന്തോഷമുണ്ട്. ഓക്കെ സാർ. അപ്പൊ നമ്മള് പറഞ്ഞു വന്നിരുന്നത് നമ്മുടെ സച്ചിദാനന്ദ സാറിന്റെ കൂനനൂർപ്പിനെ കുറിച്ചായിരുന്നു. അന്നത്തെ സാംസ്കാരിക വേദിക്കാരാണ്, അതായത് അന്നത്തെ നക്സലൈറ്റുകൾ എന്ന് തന്നെ കൃത്യമായിട്ട് പറയാം. അവര് ആ അടിയന്തരാവസ്ഥയോട് പ്രതിഷേധിച്ചുകൊണ്ട് പാടിയ പാട്ടുകളായിരുന്നു. അന്നൊക്കെ ആ ഒരു പാട്ട് മുഴുവൻ പാടി അന്നത്തെ സാംസ്കാരിക പ്രവർത്തകർക്ക് പോകാൻ പറ്റിയിരുന്നില്ല. കാരണം പോലീസിന്റെ മൃഗീയ മർദ്ദനവും ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നൊക്കെ നമ്മളൊക്കെ പോലെ നാടൻപാട്ട് സുഹൃത്തുക്കളൊക്കെ അത് പാടിയതൊക്കെയാണ്. സച്ചിദാനന്ദ സാറിന്റെ അന്നും ഇന്നും ആ പാട്ട് പ്രസക്തമാണ്. എങ്കിൽ ആ പാട്ട് 4 വരി നോക്കാം. കുറച്ച് അയിപ്പിച്ചിൽ പോകുന്ന പാട്ടാണ്. ഓക്കെ, ശബ്ദത്തിന് പ്രശ്നമൊന്നും ഇല്ലാന്ന് കരുതുന്നല്ലേ സുൽഫി സാർ? നന്ദകുമാർ സാറേ, കുഴപ്പമൊന്നുമില്ലല്ലോ ശബ്ദത്തിൽ? എന്തെങ്കിലും പറയണം. ഓക്കെ. ഇന്നലെ സ്വപ്നം കണ്ടപ്പോ സ്വപ്നം കണ്ടേ ചാവേറുമീനെല്ലാം നാവു മുളച്ചെന്ന് കൂനനുറുമ്പണി ചേർന്നോരനയെ കൊന്നെന്ന് എരരിയരരിയകയരരിയരോ എരരിയരരിയരയരരിയരോ എരരിയരരിയകയരരിയരോ മൈലാഞ്ചിക്കാട്ടിലെന്റെ പറയികരഞ്ഞേ പൂവായ പൂവിലെല്ലാം തൊരതൊരിച്ചെന്ന് പൂവായ പൂവിലെല്ലാം തൊരതൊരിച്ചെന്ന് എരരിയരരിയകയരരിയരോ 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 തമ്പ്രാന്റെ യാര നിറച്ചിട്ട് കിടന്നേ എന്റെ കുരലക്കറ്റ പൊലിച്ചെന്ന് എന്റെ കുരലക്കറ്റ പൊലിച്ചെന്ന് എരരിയരരിയകയരരിയരോ 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 ഇരുവതരയാത്ത വിഴി നീരുരുകി പുതുമഴ പോലെയൊന്നു കരയാനും പൂരി പുതുമഴ പോലെയൊന്നു കരയാനും പൂരി ഇതുവരെ ചിരിക്കാത്ത ചിരിയൊക്കെ ചിരിച്ചേ പുതുകാറ്റും പൂവാലനൻ നാനും കൂടി പുതുകാറ്റും പൂവാലനൻ നാനും കൂടി എരരിയരരിയകയരരിയരോ 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 ശിവൻപിള്ളി സാർ. ഓക്കെ, ശിവൻപിള്ളി സാർ നമസ്കാരം. ടിറ്റോ ജോയ്ക്കുട്ടി ജോസ് സാർ. ഓക്കെ, ജോയ്ക്കുട്ടി ജോസ് സാറിന് നമസ്കാരം. നല്ല നമസ്കാരം. കോഴിക്കോട് ഇഷ്ടയുടെ നമസ്കാരം പറയാണ്. നിങ്ങൾ അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞു ശബ്ദം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ആ രീതിയിലാണ് ഞങ്ങൾ ആ വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ പാട്ടിൻ്റെ ലോകത്തിലേക്ക് തന്നെ കിടക്കാം. അത് വളരെ ഇന്നിപ്പോൾ നാളെ എല്ലാവരും പെരുന്നാളിൻ്റെ ഒരു ആഘോഷം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. എന്നാൽ പെരുന്നാള് ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് പെരുന്നാളും കടന്നു പോകുന്നത്. വിഷു നിശബ്ദമായിട്ട് കടന്നുപോയി അല്ലേ? അപ്പൊ ഇനിയിപ്പോ നോമ്പ് കാലം അതും വളരെ
പുണ്യമായ റംസാൻ മാസം ഒരു മാസം നമ്മളെടുത്തും അത് പോയത് നമ്മളും അറിഞ്ഞിട്ടില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് അതും പോയിട്ടുള്ളത്. ഒരു ആർഭാടങ്ങളോ അല്ലെങ്കിൽ ഒരു പരസ്പര ഒരു സൗഹൃദങ്ങൾ പങ്കുവെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അങ്ങോട്ട് പോയി. അതുപോലെ തന്നെ നാളെ പെരുന്നാളുമാണ്. എന്തൊക്കെയായാലും നമ്മളൊക്കെ തന്നെ നമ്മുടെ വീടുകളിൽ അടങ്ങിയിരിക്കുകയും അല്ലെങ്കിൽ അഥവാ പുറത്തു പോകുന്നുണ്ടെങ്കിൽ തന്നെ വളരെ സൂക്ഷിച്ച് നമ്മളൊക്കെ മുന്നോട്ട് പോകണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സർക്കാർ ഒരു ചെറിയ ഇളവ് തന്നിട്ടുണ്ട്. ഇളവ് ഒരു ആഘോഷമാക്കി മാറ്റരുത് നമ്മൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇളവ് ആഘോഷിക്കാനുള്ളതല്ല, അത്യാവശ്യത്തിന് മാത്രമാണ് ഇളവ് തന്നിട്ടുള്ളത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ സഹോദരങ്ങളും നമ്മളൊക്കെ തന്നെ ഇനിയൊരു ആപത്തുകൾ നമുക്കില്ലാതെ നമ്മുടെ സർക്കാരൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ആരോഗ്യമന്ത്രിയും നമ്മുടെ ഭക്ഷ്യ സുരക്ഷയുടെ തിലോത്തമൻ സാറും എല്ലാവരും നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാൽ പോലും നമ്മൾ ഇതുവരെ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, എല്ലാവരും അങ്ങനെ തന്നെ നിൽക്കട്ടെ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് ആശിക്കുകയാണ്. നമുക്ക് നാടൻപാട്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തായാലും ഒരു രൂപം ഉണ്ടാവും. അത് മറ്റാരുമല്ല, നിങ്ങൾക്കറിയാം, കലാപമണി അല്ലേ? മണിയാണ്. മണി എന്ന് നമ്മൾ സത്യത്തിൽ അദ്ദേഹത്തിന്റെ കഴിവിനോട് നമുക്ക് മണി എന്ന് പറയാൻ പാടില്ല. അത് മണിച്ചേട്ടൻ എന്നാണ് ഞാൻ പോലും പറയാറ്. അദ്ദേഹത്തിന്റെ എത്ര ജൂനിയർ ആണ്. പക്ഷെ കഴിവിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരുപാട്, എനിക്കൊക്കെ എത്രയോ മുകളിൽ ഇരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും പേരുകൊണ്ട് നമ്മൾ മണി എന്ന് തന്നെ പറയണത് നമുക്ക് തീരെ നഷ്ടമാണ്. മണി എന്തായാലും മണിയുടെ ഒരു പാട്ട് പാടാതെ നമ്മുടെ ഒരു നാടൻ പാട്ട് ഒരു പരിപാടി നമുക്കത് പൂർണ്ണമാവില്ല എന്നറിയാം. അതുകൊണ്ട് മണിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് എനിക്ക് ഒരു ഭംഗിയായിട്ടുള്ള ഒരു പാട്ട് ആണ് തോന്നുന്നത്. ഒരു അർത്ഥവത്തായ ഒരു പാട്ട് മണി പാടിയിട്ടുള്ള പാട്ട്. മണിയുടെ പാട്ട് മണി പാടുമ്പോഴേ അതിന്റെ അർത്ഥവും വ്യാപ്തിയും ക്ലാരിറ്റിയും ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ പാടുമ്പോൾ അതിന്റെ ഒരു ഭംഗി കിട്ടും തോന്നുന്നില്ല. എന്നാലും നമുക്കൊന്ന് പാടി നോക്കാം. മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മണിയുടെ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ട്, ഇത് ഏറ്റവും ശക്തമായിട്ടൊരു പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭംഗിയുള്ളൊരു പാട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മണിയുടെ പാട്ട് മണിയുടെ നമിക്കുകയാണ്. അപ്പൊ നമ്മളെ നാടൻപാട്ട് ഒക്കെ പാടുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു താളത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട പാട്ടുകളും മാപ്പിളപ്പാട്ടുകൾ ഉണ്ട്, തമിഴിൽ വരുന്ന നാടൻപാട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് ഒരു നാടൻപാട്ടുകൾ എല്ലാ ഭാഷകളിലും, അപ്പൊ നമുക്കറിയാം ഒരു 70കളിലൊക്കെ തന്നെ നിന്നിട്ടുള്ള ലാറ്റിൻ അമേരിക്കയിൽ നിന്നിട്ടുള്ള ശരിക്കും നമുക്ക് റാസ്പുട്ടിൻ വരെ ആ രീതിയിൽ വന്നിട്ടുള്ള അവിടുത്തെ ഒരു ഫോക്ക് സാധനമാണ് റാസ്പുട്ടിനൊക്കെ വന്നിട്ട് ആ ടീമിൽ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവേശമായിട്ടുള്ള റാസ്പുട്ടിൻ വരെ ആ ഒരു ഫോക്ക് സംഗീതത്തിന്റെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരം ഒരു ശക്തമായ ഒരു പാരമ്പര്യമുള്ള ഒരു മേഖലയാണ് ഫോക്ക് സംഗീതങ്ങൾ അല്ലെങ്കിൽ നാടൻ കലകൾ എന്ന് പറയുന്നത്. നാടൻ കലകൾ നമ്മുടെ നാട്ടിനെ ശക്തമായിട്ട് ഉറയ്ക്കുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കൊരു മാപ്പിളപ്പാട്ട് ശാഖയിലുള്ള 4 വരി മാപ്പിളപ്പാട്ട് ഈ പാട്ട് മനസ്സിലാക്കുന്നത് MESന്റെ
ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇത് ദുബായിൽ നിന്ന് വന്നിട്ടുള്ള അവിടുത്തെ അറബി ഗായകൻ ഈ പാട്ട് അത് അദ്ദേഹം അറബി ഗായകനായിട്ട് പോലെ അത് വളരെ ഭംഗിയായിട്ട് 2-3 വേദിയിൽ പാടി എന്നാണ് ഞങ്ങൾ അതിന്റെ ഏറ്റവും അടുത്ത വിശ്വസിക്കമായ ഒരു സുഹൃത്ത് നമ്മൾക്ക് പങ്കുവെച്ചിട്ടുള്ളതാണ്. ഇത് ഒരു ചാനലിലെ സുഹൃത്ത് പങ്കുവെച്ച ആൾ പറഞ്ഞത് ഈ പാട്ട് അത്രയും ഭംഗി ഒരു സുഖമായി തോന്നുന്ന പാട്ടാണെന്ന്. അപ്പൊ 4 വരി അതൊന്നും നമുക്ക് ആ രീതിയിൽ പാടാൻ വയ്യ, എന്തായാലും നമ്മൾ പാടി നോക്കാം. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലെണ്ണയില്ല രാജകനായെന്നോ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. സഖി നന്നായറിയാം ഞാനീ നാട്ടിലെ മീറാണെന്ന്, എന്നാലും എന്റേതായി ദീർഘവുമില്ല പ്രിയേ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഓക്കെ, ഇത് വളരെ ഒരുപാട് കാലം മുമ്പേ കഴിഞ്ഞിട്ടുള്ള പാട്ടാണ്. പക്ഷെ അത് ഇതുപോലെ ഒരു എഴുത്തുപാട്ട് തന്നെയാണെന്നാണ് പറയുക. ഒരു മുസ്ലിം പണ്ഡിതൻ, ഒരു മൈലവി ആയിട്ടുള്ള ഒരാളാണ് ഇതിന്റെ രചയിതാവാണെന്ന്. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി, ഉണ്ടായെന്ന് പറഞ്ഞത്. ഈ പാട്ട് വളരെ ഒരു ഭംഗിയുള്ളൊരു പാട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിത് പാടിയത്. പ്രത്യേകിച്ച് നാളെ പെരുന്നാൾ കൂടി ആയതുകൊണ്ട്, റമദാൻ മാസമാണ്, പെരുന്നാൾ കൂടി ആയിട്ട് എന്തായാലും നമ്മൾ ആ ഒരു സാഹോദര്യത്തിലേക്ക് നമ്മൾ നീങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ പറയാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഇത് മലബാർ മേഖലയാണ്. ഞങ്ങള് കൊല്ലം നമ്മുടെ തെക്ക് ആണ് നിൽക്കുന്നത്. ഞങ്ങള് കോഴിക്കോട്ടുകാരാണ്. കോഴിക്കോടിലെ ഇറ്റയുടെ നാട്ടുതുടിയിലെ കലാകാരന്മാരാണ് നിൽക്കുന്നത് എനിക്കറിയാം. അപ്പൊ ഞങ്ങളുടെ നാട്ടില് കോഴിക്കോട് ജില്ലയിലെ അല്ലെങ്കിൽ മലബാർ മേഖലയിലെ ഒരു പാട്ട് 4 വരി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ. നിങ്ങൾക്ക് അറിയുന്ന പാട്ടാണ് ഇത്. മലബാർ മേഖലയിൽ നമ്മൾ കൊടുങ്ങല്ലൂർ ദേവിയുടെ ഭരണി ഉത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ മലബാർ മേഖലകളിൽ മലപ്പുറം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ പാടി വരുന്ന ഒരു നടവരവ് പാട്ടാണിത്. അതിന്റെ വിരുദ്ധമൊന്നും ഇപ്പം ഞാൻ പാടുന്നില്ല, എന്തായാലും അതിന്റെ ചില ഭാഗങ്ങൾ പാടുകയാണ്. ലയ്യയ്യാ ലയ്യയ്യാ ലമ്മ ദേവിയേ, ലയ്യയ്യാ ലയ്യയ്യാ ലമ്മ ദേവിയേ, ലയ്യയ്യാ ലയ്യയ്യാ ലമ്മ ദേവിയേ, ലയ്യയ്യാ ലയ്യയ്യാ ലമ്മ ദേവിയേ. ഈ കൊല്ലം ഭരണിക്ക് പോകാനായേ ലവിടെയും കാക്കേണേ അമ്മ ദേവിയേ, ലയ്യയ്യാ ലയ്യയ്യാ ലമ്മ ദേവിയേ, ലയ്യയ്യാ ലയ്യയ്യാ ലമ്മ ദേവിയേ. ചേട്ടാനിക്കടവിലെ ലച്ചുമ്പോളേ കൊമ്പനും കൊമരനും 2 മുതലാ, ലയ്യയ്യാ ലയ്യയ്യാ ലമ്മ ദേവിയേ, ലയ്യയ്യാ ലയ്യയ്യാ ലമ്മ ദേവിയേ, ലയ്യയ്യാ ലയ്യയ്യാ ലമ്മ ദേവിയേ, ലയ്യയ്യാ ലയ്യയ്യാ ലമ്മ ദേവിയേ. പെറ്റോരമ്മനെ മറന്നും വെച്ച് വളർത്തിയോരമ്മനെ കാണാൻ പോണേ, ലയ്യയ്യാ ലയ്യയ്യാ ലമ്മ ദേവിയേ, ലയ്യയ്യാ ലയ്യയ്യാ ലമ്മ ദേവിയേ.
ലയ്യയ്യാ ലയ്യയ്യാ ലമ്മാദേവേ ലയ്യയ്യാ ലയ്യയ്യാ ലമ്മാദേവേ ലയ്യയ്യാ ലയ്യയ്യാ ലമ്മാദേവേ ലയ്യയ്യാ ലയ്യയ്യാ ലമ്മാദേവേ. ഇതിന്റെ സെക്കൻഡ് പോർഷനൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ മലബാർ മേഖലയിൽ ഇപ്പോൾ നമ്മളെ ഇവിടെ മലബാർ മേഖലയിൽ ഇതൊരു ക്യാമ്പസുകളിൽ ഒക്കെ പരിചയപ്പെട്ട നമ്മുടെ സുഹൃത്ത് മോഹൻദാസ് കീഴ്ശ്ശേരിയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുള്ളതും പ്രചാരത്തിൽ ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ്. ഇതെല്ലാം സുഹൃത്തിനെ കൂടി നമ്മൾ ഓർക്കുകയാണ്. അപ്പൊ ഇതില് പൊന്നൻ സാറെ ഇതില് നന്ദകുമാർ സാറെ മിന്നാമിനിങ്ങെ പാടിയല്ലോ പ്രാവശ്യം ഞങ്ങൾ പാടി. മിന്നാമിനിങ്ങെ സാറ് കേട്ടോ എന്നല്ല, ഞങ്ങൾ പാടിയിട്ടുണ്ട്. മിന്നാമിനിങ്ങെ പാടിയിട്ട് എന്തായാലും നമ്മള് പാട്ടിന്റെ നമുക്ക് ഇനി നിങ്ങളുടെ നാട്ടിൽ, അതായത് തെക്കൻ കേരളത്തിൽ ഒരു പാട്ട് നമ്മൾ പാടി വെക്കണം. തെക്കൻ കേരളത്തിലെ പാട്ടൊക്കെ ഞങ്ങൾ പാടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലുള്ളത് നമ്മളെ ഇറ്റയുടെ കൊല കൊമ്പന്മാരായിട്ടുള്ള നാട്ടരങ്ങിന്റെ കുറെ സുഹൃത്തുക്കളുള്ള നാടാണ്. അപ്പോൾ നാട്ടരങ്ങിലെ സുഹൃത്തുക്കളോടൊക്കെ ഞങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കാരണം നിങ്ങളെ പാട്ടൊക്കെ ഞങ്ങൾ പാടുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ സ്വരമാധുരിയോ സൗന്ദര്യമോ ഒന്നും ചിലപ്പോൾ ഈ പാട്ടിന് ഉണ്ടായിന്ന് വരില്ല. അപ്പൊ എന്തായാലും ഇറ്റ നാട്ടരങ്ങില് ആലപ്പുഴയിലെ ഇവിടെ മുഴുവൻ സുഹൃത്തുക്കൾക്കും സഹോദരന്മാർക്കും സഹകൾക്കും എല്ലാം ലാൽസലം പറയാണ്, കടപ്പാട് പറയാണ്. നിങ്ങൾ തകർക്കുന്നുണ്ട്. നിങ്ങൾ ഈ 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേജിൽ തകർക്കാൻ പോവുകയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഞങ്ങൾ നിങ്ങൾ പാടുന്ന നമ്മളൊക്കെ പാടുന്ന പാട്ടുകൾ എന്ന രീതിയിൽ നമ്മൾ നിങ്ങളുടെ ഒരു തെക്കൻ കേരളത്തിലൊരു പാട്ട് നമ്മൾ കൃഷിപ്പാട്ടിലേക്ക് കടക്കുകയാണ്. ഓക്കെ, കയറാൻ പറ്റില്ല. തിന്താരേ തിന്താരേ തക തിന്തക താരാ 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 ഏരരണ്ടപ്പ ഏരപ്പ ഏരേണ്ടപ്പ ഏരരണ്ടപ്പ ഏരപ്പ ഏരേണ്ടപ്പ കുട്ടനട്ടിൻ മതം വൈത്തിനു പോകുമ്പോ മട്ടം കൂടുന്നവർ പട്ടിണിക്കാർ ജനരീയനം അങ്ങരും കൂട്ടരും ചുനമാരും വന്നപ്പുകൂടി കുട്ടനട്ടിൻ മതം വൈത്തിനു പോകുമ്പോ മട്ടം കൂടുന്നവർ പട്ടിണിക്കാർ ജനരീയനം അങ്ങരും കൂട്ടരും ചുനമാരും വന്നപ്പുകൂടി തിന്താരേ തിന്താരേ തക തിന്തക താരാ 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 ഏരരണ്ടപ്പ ഏരപ്പ ഏരേണ്ടപ്പ ഏരരണ്ടപ്പ ഏരപ്പ ഏരേണ്ടപ്പ കെട്ടുവള്ളത്തിന്റെ കെട്ടടിച്ചാനന്ദം പൂവിരി തിന്തക തിന്തകതോ തനട്ടെ പദം കൊച്ചിന് പോകുമ്പോ മട്ടം കൂടുന്നവർ പട്ടിണിക്കാർ കെട്ടുവള്ളത്തിന്റെ കെട്ടടിച്ചാനന്ദം പൂവിരി തിന്തക തിന്തകതോ തനട്ടെ പദം കൊച്ചിന് പോകുമ്പോ മട്ടം കൂടുന്നവർ പട്ടിണിക്കാർ തിന്താരേ തിന്താരേ തക തിന്തക താരാ 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 ഏരരണ്ടപ്പ ഏരപ്പ ഏരേണ്ടപ്പ ഏരരണ്ടപ്പ ഏരപ്പ ഏരേണ്ടപ്പ. അപ്പൊ നമ്മള് നിങ്ങളൊരു തെക്കൻ കേരളത്തിലെ പാട്ട് ഞങ്ങളൊന്ന് പാടി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും നമ്മൾ പറയുന്നത് നമ്മുടെ അത്യാവശ്യം നമ്മുടെ പാട്ട് നമ്മളെ സർക്കാർ സാമൂഹ്യ അകലമൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചില ഇളവുകൾ നമ്മൾ എന്താക്കരുത്, ആഘോഷമാക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാം അറിഞ്ഞുകൊണ്ട്, എല്ലാം നമ്മളെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സർക്കാരായാലും നമ്മളൊക്കെ തന്നെ നിൽക്കുന്നത്. നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, വലിയൊരു സമൂഹമുണ്ട്. അതിനൊക്കെ നമ്മൾ നിലനിർത്തി പോകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളൊരു ഓർമ്മ നമ്മൾക്ക് എല്ലാവർക്കും വേണം. അപ്പൊ എൻ്റെ ഈ ലൈവിന്റെ ഇതിൽ തന്നെ എനിക്ക് ഇവിടെ എൻ്റെ ഒപ്പം നിൽക്കുന്നത് നമ്മുടെ ഇവിടുത്തെ AYFന്റെ ബേപ്പൂർ മണ്ഡലത്തിന്റെ AYFന്റെ പ്രസിഡന്റ് അക്ഷയ് മുണ്ടങ്ങാട് ഉണ്ട്. നമ്മുടെ കടലുണ്ടി മണ്ഡലം ഞങ്ങളുടെ നാട്ടിലെ ലോക്കൽ കമ്മിറ്റി പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുരളി മുണ്ടങ്ങാട് ഭാര്യയും ഞങ്ങളുടെ ഇവിടുത്തെ വനിതാ വിഭാഗത്തിന്റെ നേതാവും പോരാത്തിന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള റീന മുണ്ടങ്ങാട്, ഇവരൊക്കെ വളരെ സജീവ സാന്നിധ്യത്തിലാണ് ഞങ്ങൾ ഇവിടെ പരിപാടി ഇങ്ങനെ ചെയ്യുന്നത്. അവരൊക്കെ സഹായങ്ങളും ആശീർവാദങ്ങളും നമ്മൾക്കൊപ്പം ഉണ്ട്. ഏതായാലും അതുപോലെ നിങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ
നടക്കുകയാണ്. ശ്രീകുമാർ നമസ്കാരം. ഓക്കെ സാർ നമസ്കാരം. ശ്രീകുമാർ സാർ നമസ്കാരമുണ്ട്. എന്തായാലും ഞങ്ങൾ പരിപാടി തുടർന്ന് നടത്തുകയാണ്. അപ്പൊ നമ്മള് ചെയ്യുന്നത് ശരിക്കും നമ്മള് ഒരു നാടൻ പാട്ടില് നമ്മള് ഒരു ആദിവാസി പാട്ടുകളൊക്കെ തന്നെ നമ്മൾ കേട്ടുള്ള പാട്ടുകളൊക്കെ താരാട്ട് പാട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. താരാട്ട് പാട്ടുകൾ നമ്മള് ആദിവാസി പാട്ടുകൾ വരുന്നുണ്ട്. ശരിക്കും നമ്മളത് എല്ലാവരെയും ധാരണ നാടൻ പാട്ടുകൾ കുറെ അനുഷ്ഠാന പാട്ടുകളാണ്. എല്ലാവരും ചില ആളുകൾ ചോദിക്കുന്ന നാടൻ പാട്ടിൽ നിങ്ങൾ അനുഷ്ഠാന പാട്ടുകൾ മാത്രമാണോ? അനുഷ്ഠാന പാട്ടുകൾ മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് എല്ലാ വക പാട്ടുകളും ഇത് വിഭാഗത്തിൽ വരുന്ന പാട്ടുകൾ, കൊയ്ത്തു പാട്ടുകളുണ്ട്, നേരത്തെ പറഞ്ഞ കൃഷിപ്പാട്ടുകളുണ്ട്, ചടങ്ങ കാതുകുത്ത് പാട്ടുകൾ, അത് ഈ പറഞ്ഞ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന താരാട്ട് പാട്ടുകൾ. ഇതൊരു ആദിവാസി സങ്കടം മുട്ടുന്ന ഒരു പാട്ടാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ പാടി നോക്കാം. വാവാവും 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 വാവേ വാവോ വാവേ വാവോ വാവേ വാവാവും 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 വാവേ വാവോ വാവേ വാവോ വാവേ. സൂര്യൻ മറഞ്ഞേ ഇരുളും മറഞ്ഞേ വാവേ വാവാ വാവോ വാവേ വാവാവും 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 വാവേ വാവോ വാവേ വാവോ വാവേ. നിന്റമ്മ മേച്ചേരി പാടത്തും പോയേ വാവേ വാവേ വാവോ വാവേ. പൂവാതെ കരയാതെ ഇരിക്കന്റെ പുള്ളേ വാവോ വാവേ വാവോ വാവേ വാവാവും 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 വാവേ വാവോ വാവേ വാവോ വാവേ. കുത്താങ്കുഴിക്കാം കറി കൂട്ടാനും വെക്കാം വാവേ വാവേ വാവോ വാവേ. എങ്ങും വിരിവെക്കാനൊരു ഇടമില്ല പുള്ളേ വാവോ വാവാ വാവോ വാവേ. പുള്ളേയുറങ്ങന്റെ പുള്ളേയുറങ്ങ് വാവോ വാവാ വാവോ വാവേ വാവാവും 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 വാവേ വാവോ വാവേ വാവോ വാവേ. അപ്പൊ നാടൻപാട്ടിൽ ഇത്തരം ഒരു പാട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വിഷ്ണു മലുമേൽ വിഷ്ണു വന്നിട്ടുണ്ട്. വിഷ്ണു നമസ്കാരം. മലുമേൽ വിഷ്ണു നമ്മള് നമസ്കാരം പറഞ്ഞ ഹായ് വിഷ്ണു. അപ്പൊ നമ്മള് വീണ്ടും ഈ പാട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ ഷാലു നമ്മുടെ ചണ്ടക്കാരൻ ഷാലുവാണ്. ഷാലുവിനെ വായിക്കാൻ ഷാലു ഒരു ജഗപക വായനക്കാരനാണ്. ഷാലു നമ്മുടെ കൂടെ മാത്രമല്ല, ഞങ്ങളെ കൂടെ നിന്ന് നേരെ പ്രസീതയുടെ നമ്മുടെ നാടൻപാട്ടിന്റെ രാജകുമാരി പ്രസീത ചാലക്കുടിയുടെ ട്രൂപ്പിൽ ഇപ്പോൾ വളരെ ശക്തമായിട്ട് പിന്നണിയിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഷാലു. ഷാലു ഇപ്പോൾ നാട്ടുതുടിയുടെ സ്ഥിരം വാദകനാണ്. പക്ഷെ ഇപ്പൊ പ്രൊമോഷൻ പോലെ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഷാലു ഞങ്ങളുടെ കൂടെ തന്നെയാണ്. അങ്ങോട്ടേക്ക് ഉണ്ടെങ്കിൽ ഷാലു ഉണ്ട്. എന്തായാലും ഷാലുവിനെ വായിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഒന്ന് തുറന്ന് വായിക്കാൻ പറ്റുന്ന പാട്ടുകളൊന്നും അല്ല. എന്നാലും ഷാലുവിന്റെ ഒക്കെ ഒരു മായനീയ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമുക്കൊരു സുഖമാണ്. ഷാലു നവോദയ എന്ന സുഹൃത്ത് ഇവിടെ ഉണ്ട്. എന്റെ മറ്റൊരു സുഹൃത്ത് ഇവിടെ ഇതുണ്ട്. അത് നമുക്ക് ലാസ്റ്റ്
ആനന്ദ് വല്ലാപ്പനിയും ഇവിടെ നമ്മളെ പിന്നിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടിന്റെ താളത്തിലേക്ക് തന്നെ നമുക്കൊന്നുകൂടെ പോകാൻ. നമ്മള് റംലാൻ മാസത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും നമ്മൾ വീണ്ടും പറയുന്നത്, നമ്മളൊരു സുഹൃത്ത് ഇതിനു മുമ്പ് ഈ പാട്ടിൽ 1-2 പരിപാടിയിൽ നമ്മൾ കണ്ടിട്ടുള്ള പാട്ടാണ്. നമ്മൾ പറയും പാട്ടുകളുടെ ചില പാട്ടുകളൊക്കെ തന്നെ നമ്മളെ ഒരുപാട് നൊമ്പരപ്പെടുന്ന പാട്ടുകളുണ്ട്. നമ്മളൊക്കെ നടൻപാട്ടായാലും ഇതുപാട്ടായാലും നമ്മൾ രസിപ്പിക്കുന്ന പാട്ടുകളാണെങ്കിൽ പോലും ചിലതൊക്കെ നൊമ്പരപ്പെടുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അത്തരം ഒരു പാട്ട് നമുക്ക് പറയാം, ഒരു സ്വന്തം സൗന്ദര്യം കൊണ്ട് ഒരുപാട് അഹങ്കരിക്കുകയും സ്വന്തം ഭർത്താവ് ഉണ്ടായിട്ട് പോലും മറ്റൊരു പുരുഷനോട് ആഭിമുഖ്യം തോന്നി അവരോടൊത്ത് പോവുകയും പിന്നീട് ഒരു ദുരന്തം പോലെ അവര് മരിച്ച് വെള്ളത്തിൽ വീണ് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവരെ അമ്മമ്മ അവരെ കൊണ്ട് പറയുന്ന ഒരു പാട്ടാണ് അത്. തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം, തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം. അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാരനുണ്ട്, അപ്പോഴും ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാരനുണ്ട്. തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം, തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം. അക്കളം കൊണ്ടുടുത്തേ വീട്ടിയൊടുത്തപ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാരനുണ്ട്. തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം, തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം. കിളിത്തല മുടിയോ നിട്ടിയോ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാരനുണ്ട്. കിളിത്തല മുടിയോ കെട്ടിച്ചു കെട്ടുമ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാരനുണ്ട്. തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം, തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം. തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം, തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം. അക്കാളം മാവിന്മേലെ മാമ്പഴം തിന്നപ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാരനുണ്ട്. തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം, തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം. തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം, തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം. തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം, തെയ്യാദിനം ദിനം തോം താര തെയ്യത്തിനം ദിനം തോം. ഓക്കെ, നമ്മള് ഏകദേശം നമ്മള് ഒരു കുറച്ച് സമയം ആണ്, 1 മണിക്കൂറാണ് ഉദ്ദേശിച്ചത്. 1 മണിക്കൂർ ഏകദേശം അടുക്കുകയാണ്. 1-2 പാട്ട് കൂടി പാടിയിട്ട് നമ്മൾ ഈ ലൈവില് ഇന്നത്തെ ഞങ്ങളുടെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മള് നിങ്ങളെയൊക്കെ നാട്ടിലുള്ള നിങ്ങളൊക്കെ പാടുന്ന പാട്ടുകളാണ്. അപ്പൊ ഞങ്ങള് എല്ലാവരും ഇപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോ എന്തുണ്ടാവും, കേരളത്തെ കുറിച്ചൊരു പാട്ട് നമ്മളെ കേരളമാണ്, നമ്മളൊരു കേരളത്തെ കുറിച്ചൊരു 4 വരി പാടാം. അപ്പൊ കേരളത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് കൂടി പാടുക നമ്മള്. 8 നാളും കീർത്തി കേട്ടാം ഇമ്പമേറും കേരള നാട്, അമ്പത്തീരടി കളരിയ വാവ കളരി ഗുരുനാഥര വാവ. 8 നാളും കീർത്തി കേട്ടാം ഇമ്പമേറും കേരള നാട്, അമ്പത്തീരടി കളരിയ വാവ കളരി ഗുരുനാഥര വാവ. കതിരുകൾ കൊത്തി പറക്കും വൈകി തത്തെ, നീ കണ്ടോ പൊന്നാരംഭം കളരി കണ്ടോ തകരുതേ. കതിരുകൾ കൊത്തി പറക്കും വൈകി തത്തെ, നീ കണ്ടോ പൊന്നാരംഭം കളരി കണ്ടോ തകരുതേ. നാളും കീർത്തി കേട്ടാം ഇമ്പമേറും കേരള നാട്, അമ്പത്തീരടി കളരിയ വാവ കളരി ഗുരുനാഥര വാവ. നാളും കീർത്തി കേട്ടാം
അമ്പലമേറും കേരള നാട് അമ്പതീരടി കളരിയ ബാബ കളരി ഗുരുനാഥര ബാബ കളരി ഗുരുനാഥര ബാബ കളരി ഗുരുനാഥര ബാബ. ഹരികുമാർ ബാലൻ, ഹായ്, നമസ്കാരം. വേണുഗോപാൽ, നന്നായോ? വേണുഗോപാൽ സാർ നമസ്കാരം, നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ, ശ്രീകുമാർ സാർ വന്നിട്ടുണ്ട്, വിഷ്ണു മേലുണ്ട്, എല്ലാവരും നമ്മളെ ലൈവിലേക്ക് വന്നിട്ടില്ല. നമ്മളോട് കുറച്ച് ആളുകളാണെങ്കിൽ പോലും വന്ന ആളുകളൊക്കെ തന്നെ നമ്മൾക്കൊപ്പമുണ്ട് എന്ന വിശ്വാസത്തിലാണ് നമ്മളും നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളൊക്കെ കേൾക്കുന്ന പാട്ടാണ്. ഇപ്പൊ എല്ലാവരും പോയി എടുത്തു കഴിഞ്ഞാൽ ഈ പാട്ട്, നാടൻ പാട്ട് പാടുമ്പോൾ ആ ഒരു പാട്ട് പാടാതെ പോയി എന്തുകൊണ്ട് നിങ്ങൾ ആ പാട്ട് പാടില്ല എന്ന് ചോദിക്കും. ഇന്ന് കഴിഞ്ഞിട്ട് നാളെ ഫോൺ ചെയ്തിട്ടെങ്കിലും ചോദിക്കും നമ്മുടെ സുഹൃത്തുക്കൾ, നിങ്ങൾ ആ പാട്ട് പാടി എന്താ പാടാതെ പോയി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സത്യം കോമലൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ സുഹൃത്ത്, നിങ്ങളെ നാട്ടുകാരാണ് നമ്മളെ സുഹൃത്ത്. നമ്മളെ നാടൻ പാട്ടിൽ ശക്തമായിട്ടൊരു എഴുത്തുപാട്ടുകളുടെ ശക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പാട്ടുകൾ PS ബാനർജി, നമ്മുടെ സുഹൃത്ത് ബാനർജി പാടി ഹിറ്റാക്കിയിട്ടുള്ള പാട്ടാണത്. അപ്പോൾ ബാനർജിയൊക്കെയാണ് ഇപ്പോൾ നമ്മളെ സത്യത്തിൽ പുതിയ സത്യേട്ടനെയൊക്കെ ഒരു പക്ഷേ സത്യേട്ടനെയൊക്കെ വളരെയധികം കെയർ ചെയ്തുകൊണ്ടാണ് ബാനർജിയൊക്കെ പോകുന്നത്. അപ്പോൾ നാടൻപാട്ട് മേഖലയിൽ ഇരുന്ന കലാകാരന്മാരെ സംരക്ഷിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഈ നാട്ടിലെ കലാഹൃദയമുള്ള ആളുകളുണ്ട് എന്നൊരു സന്തോഷമുണ്ട്. ബാനർജി സാറിന് ഞങ്ങൾ, ബാനർജി അണ്ണൻ സുഹൃത്തെ, നിങ്ങൾക്കൊരു ഹായ് പറയാണ്. സത്യേട്ടനെ ഓർക്കുമ്പോൾ നിങ്ങൾ സത്യേട്ടന്റെ വീടിന്റെ ചില അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും സത്യേട്ടന് നല്ല നമസ്കാരം. ബാനർജിക്കും ബാനർജിയുടെ സുഹൃത്തുക്കൾക്കും കനൽ പാട്ടുകൂട്ടത്തിലും മുഴുവൻ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ നമസ്കാരം പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാടൻ പാട്ടുകൾ ഏറ്റവും കൂടുതൽ നമ്മളെ നാടുകളിൽ, നമ്മുടെ പുറത്തെ നാടുകളിലൊക്കെ പാടിയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ആലപ്പുഴയിലെ ഇറ്റയിലെ നമ്മുടെ സഹോദരന്മാരുടെ സുഹൃത്തുക്കൾ, നമ്മുടെ നാട്ടരങ്ങിന്റെ സുഹൃത്തുക്കൾ, അവർക്കൊക്കെ ഹായ് പറയാണ്. നിങ്ങളൊക്കെ ശക്തമായിട്ടുണ്ടാവണം, നിങ്ങളൊക്കെയാണ് ഞങ്ങളുടെയും ഒരു പിൻബലം. ഓക്കെ, നമ്മള് ബാനർജി പാടിയിട്ടാക്കിയിട്ടുള്ള കോമലൂരിന്റെ സത്യേട്ടന്റെ ആ പാട്ട് ഒന്ന് പാടി നോക്കാം. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരി തോര പറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരി തോര പറിച്ചാട്ടെ. തകതക താത്തിലന്തക തെയ്താര തകതിലന്തക തെയ്താര താത്തിലന്തക തകതിലന്തക തരതിലന്തക തെയ്താര താത്തിലന്തക തെയ്താര തകതിലന്തക തെയ്താര താത്തിലന്തക തകതിലന്തക തരതിലന്തക തെയ്താര. കുട്ടിയടിക്കാൻ കരിമ്പാറക്കാരങ്ങളുണ്ട്, വെള്ളം തേവി തേവി വെള്ളം കിടുങ്ങാത്ത കിടങ്ങളുണ്ട്. കുട്ടിയടിക്കാൻ കരിമ്പാറക്കാരങ്ങളുണ്ട്, വെള്ളം തേവി തേവി വെള്ളം കിടുങ്ങാത്ത കിടങ്ങളുണ്ട്. തകതക താത്തിലന്തക തെയ്താര തകതിലന്തക തെയ്താര താത്തിലന്തക തകതിലന്തക തരതിലന്തക തെയ്താര. മുറുക്കെ അന്തിക്കൊരുത്തി മുറുക്കി പെരുത്തത് ഇണത് ജെറ്റിലാണ്. തിന്നവളെ ചുണ്ടുള്ളവ മുറുക്കെ ചെറുമന്തി പെരുത്തത് ഇണത് ജെറ്റിലാണ്. തകതക താത്തിനന്തക തെയ്താര തകതിനന്തക തെയ്താര താത്തിനന്തക തകതിനന്തക തകതിനന്തക തെയ്താര. വേണുഗോപാൽ സാർ വീണ്ടും സന്തോഷം. ഇറ്റയുടെ സഹോദരന്മാരെ, വേണു സാർ നമസ്കാരം. എന്തെങ്കിലും നമ്മള് ഏകദേശം 1 മണിക്കൂറാണ് ഞങ്ങൾക്കുള്ള സമയം, അത് ഏകദേശം തീർന്നിരിക്കണം. അപ്പൊ എന്തായാലും ഞങ്ങള് ഇറ്റയിലെ ഏറ്റവും കലാകാരന്മാരുടെ ആടുന്നവരുടെയും പാടുന്നവരുടെയും സംഘടനയായ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള ഇറ്റയുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ എനിക്ക് വരാൻ, എന്നെ പോലുള്ള എളിയ കലാകാരന് കോഴിക്കോട് ഇറ്റയുടെ ഈ എളിയ കലാകാരന്മാർക്ക് ഇവിടെ വന്നിരിക്കാനുള്ള അവസരം തന്നിട്ടുള്ള
ഇതിന്റെ കൊല്ലം ഇറ്റയുടെ നന്ദകുമാർ സാറിനും അതോടനുബന്ധിച്ചുള്ള മറ്റ് എല്ലാ ഇറ്റയുടെ കൊല്ലം സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും കോഴിക്കോട് ഇറ്റയുടെ പേരിൽ, കോഴിക്കോട് നാട്ടുതൊടി ഇറ്റയുടെ പേരിൽ ഞങ്ങൾ നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇറ്റയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഞങ്ങളുടെ കോഴിക്കോട് ഇറ്റയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ബാലേട്ടനോട്, നമ്മുടെ കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കൂടിയാണ് ബാലേട്ടനോട് നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അനിൽ മാരാത്ത്, നമ്മളെ എൻ്റെ സുഹൃത്തും കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകനും കേരള സാഹിത്യ അക്കാദമിയിലെ അതിൻ്റെ സബ് എഡിറ്റർ ബോർഡിലെ ജീവനക്കാരൻ കൂടിയായിട്ടുള്ള എൻ്റെ സുഹൃത്ത് അനിൽ മാരാത്തിനും അവിടെയുള്ള നന്ദി കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ്. എല്ലാം ഞങ്ങളെ വീക്ഷിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, ഇതുപോലെ സജീവ് കെ പി CPIന്റെ സജീവ് കെ പി വന്നിട്ട്, സജീവ് GK വന്നിട്ടുണ്ട്, വേണുഗോപാൽ സാറിനും ഇതുപോലെ മുഴുവൻ നന്ദഗോപാൽ സാറിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി എന്തെങ്കിലും നമുക്ക് ഒരു വേദികൾ, ഇത്തരം വേദികൾ നമ്മുടെ നാടിന്റെ ഈ ബാധിച്ചിട്ടുള്ള എല്ലാ മഹാമാരികളൊക്കെ തന്നെ നമ്മളിൽ നിന്നും വിട്ടു പോകട്ടെ. നമ്മൾ പൂർണ്ണമുക്തരാവാൻ നമുക്ക് കാത്തിരിക്കാം. പൂർണ്ണമുക്തരാകും തന്നെയാണ് വിശ്വാസം. എന്തായാലും ഞങ്ങളെ ശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും, ഇതിൽ എൻ്റെ കൂടെ അതിൽ ഹരികുമാർ ബാലൻ സാർ നമ്മളെ തൊട്ടേ നമ്മളെ ഇതിൽ വന്ന് നിൽക്കുന്ന ഒരു സുഹൃത്താണ്. ഹരികുമാർ ബാലൻ സാറിന് നമസ്കാരം. അതുപോലെ എനിക്ക് ഇവിടെ ഈ സൗകര്യങ്ങൾ ചെയ്തു തന്നില്ല. എനിക്ക് റേഞ്ചിന്റെ വിഷയമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മിക്കവാറും വീട്ടിൽ നമ്മുടെ ഈ സഹായങ്ങൾ ചെയ്തിരുന്നത്. നമ്മുടെ സാങ്കേതികത്വം മൊത്തം ചെയ്യുന്നത് ബേപ്പൂർ മണ്ഡലം AYFന്റെ പ്രസിഡന്റ് കൂടിയുള്ള അക്ഷയ് മുണ്ടങ്ങാട്, അതുപോലെ ഞങ്ങളെ അദ്ദേഹത്തിന്റെ പിതാവ് കൂടിയായിട്ടുള്ള എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള നമ്മുടെ ഞങ്ങളുടെ നാട്ടിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുരളി മുണ്ടങ്ങാട്, അവരുടെ ഭാര്യ റീന മുണ്ടങ്ങാട് എനിക്ക് ഞങ്ങൾക്കൊക്കെ ചായയും വെള്ളമൊക്കെ തന്നിട്ട് ഞങ്ങളെ സമാധാനിപ്പിച്ച അവർക്ക് എല്ലാവർക്കും, അവരുടെ മകള് എല്ലാവർക്കും, ഇതിലൂടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ നാട്ടിലെ മുഴുവൻ കലാകാരന്മാർക്കും, പ്രത്യേകിച്ച് ഇറ്റയുടെ മുഴുവൻ കലാകാരന്മാർക്കും, കേരളത്തിലെ മുഴുവൻ കലാകാരന്മാർക്കും നന്ദിയും നമസ്കാരവും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വേണുഗോപാൽ സാർ, എല്ലാ കലാകാരന്മാരും നല്ല പെർഫോമൻസ് ആയിരുന്നു. നന്ദി സാർ. ഓക്കെ, അപ്പൊ ഇതിൽ എൻ്റെ കൂടെ വന്നിട്ടുള്ള നാട്ടുതുടിയുടെ സുഹൃത്ത് ഒന്നും മുഖം കൊണ്ട് കാണിച്ചാലും സുഖമായിരുന്നു. ലാലുവിന് അവിടെ ഷാലു, നമസ്കാരം. ഷാലു ഇവിടെ ഉണ്ട്. അത് എൻ്റെ സുഹൃത്ത് ആണെന്ന് വെച്ചാൽ സുഹൃത്തുമാണ്, എൻ്റെ മകനാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ആനന്ദ് വല്ലാപ്പുന്നിയാണ്. ഞാൻ കൃഷ്ണാസ് വല്ലാപ്പുന്നി, അത് ആനന്ദ് വല്ലാപ്പുന്നി. അപ്പൊ ഞങ്ങളിങ്ങനെ കുടുംബത്തോടെ അങ്ങനെ പോകുന്നുണ്ട്. അദ്ദേഹം എൻ്റെ കൂടെ എൻ്റെ എല്ലാ പരിപാടിക്കും എന്നെ സഹായിക്കുന്ന ഒരാളാണ്, മകനാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സുഹൃത്താണ് എന്നുകൂടി ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ്. ഇതുവരെ അവൻ എൻ്റെ സുഹൃത്താണ്. അങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഓക്കെ, ഒരിക്കൽ കൂടി നമുക്ക് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ഒരു ഇതിലേക്ക് കിടക്കുകയാണ്. അവസാനത്തൊരു പാട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വരുന്നത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ടിലേക്ക് കിടക്കാം. മുരുക്കലാൽ അമ്മാത്ത്, ഇറ്റ നാട്ടുതൊടിയിലെ എല്ലാ അംഗങ്ങൾക്കും ഇറ്റ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹാഭിവാദ്യങ്ങൾ, തിരിച്ചും സ്നേഹാഭിവാദ്യങ്ങൾ. ഓക്കെ സാർ, എല്ലാവരും നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. നിങ്ങളൊക്കെ നമ്മൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെയും കാണാൻ പറ്റിയല്ലോ, അതിന് വലിയ കിട്ടലാണ്. അപ്പൊ എൻ്റെ കൂടെ ഒക്കെ കാണാം. ഓക്കെ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഒരമ്മ പെട്ടതുപോലെ നമ്മളെല്ലാരും ഇങ്ങനെ തന്നെ, ഒരമ്മ പെട്ടതുപോലെ നമ്മളെല്ലാരും ഇങ്ങനെ തന്നെ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഊരിന്റെ നോട്ടിന്റെ മുന്നിൽ ഒരു പാട്ടും പിറക്കില്ല വിട്ടോ, ഊരിന്റെ നോട്ടിന്റെ മുന്നിൽ ഒരു പാട്ടും പിറക്കില്ല വിട്ടോ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഒരമ്മ പെട്ടതുപോലെ നമ്മളെല്ലാരും ഇങ്ങനെ തന്നെ, ഒരമ്മ പെട്ട